അത് നല്ല ചോദ്യം. ഇത് എനിക്ക് പൊളിക്കണം. താങ്ക് യു, ചോദിച്ചില്ല, വളരെ താങ്ക് യു. നോക്ക്, അല്ല ഈ പ്രചരണത്തിൽ പൊളിക്കണം. ഈ കടം വാങ്ങേണ്ടത് എന്തിനാണ്? ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഒരു ആസറ്റ് ഉണ്ടാക്കി ആ സംസ്ഥാനത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് കടം വാങ്ങുന്നത്. സംസ്ഥാന ഗവൺമെന്റ് കടം വാങ്ങുന്നത് എന്തിനാണ്? അത് ഞാൻ ചോദിക്കുന്നു. 22 ലക്ഷം കോടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന് എന്താണ് അവർ സൃഷ്ടിച്ചത്? സെൻട്രൽ ഗവൺമെന്റ് കടം വാങ്ങിച്ചു, അവരെ കടം കൂടുതലായി. എവിടെയായിരുന്നു ഇന്ത്യൻ്റെ ഇക്കോണമി 2014? ദുർബലമായ 5ാമത്തെ ഇക്കോണമി. ഇന്ന് എവിടെയാണ്? ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമി ആയിട്ട് മാറിയ കൺട്രിയാണ്. കാരണം ആ കടം വാങ്ങിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. കടം വാങ്ങിച്ചിട്ട് കീശയിലിടല്ല, സഖാമാർക്ക് പെൻഷൻ കൊടുക്കാനല്ല. അതാണ് വ്യത്യാസം. അല്ലല്ല, സഖാമാർക്ക് പെൻഷൻ, ഞാൻ പെൻഷനല്ല പറഞ്ഞു. അതെ. അപ്പോ അഴിമതി അതിനല്ല, കടം നാടിനെ നന്നാക്കാനും നാടിന്റെ സാധ്യത യാഥാർത്ഥ്യമാക്കാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന കടമാവണം. ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, BJP NDA സർക്കാരിലുണ്ടെങ്കിൽ, അത് എവിടെ നോക്കിയാലും, UP യിലുണ്ടെങ്കിലും എവിടെ നോക്കിയാലും കടമെടുക്കും, നോ ഇഷ്യൂസ്. പക്ഷെ കടം എടുത്തിട്ട് എന്താ ചെയ്യുന്നത്? ഡേറ്റാ സെന്റർ ഉണ്ടാക്കുന്നു, ഹൈവേസ് ഉണ്ടാക്കുന്നു, അങ്ങനെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഒരു കാര്യം ഒന്ന് പറഞ്ഞു. ഈ 22 ലക്ഷം കോടി ചെലവാക്കി 10 കൊല്ലം കഴിഞ്ഞിട്ട് എന്താണ് ഈ സർക്കാർ ചെയ്തു തന്നിരിക്കുന്നത്? ഒന്ന് പറയും. അല്ല, തൊഴിലും വിലക്കയറ്റം ഡിപ്പാർട്ട്മെന്റിൽ അവര് എന്ത് ചെയ്തു? പറയൂ. ഒന്നും ചെയ്തിട്ടില്ല. കടം എടുക്കുന്നത് ഒരു തെറ്റൊന്നല്ല. കടം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതാണ്, അതാണ് കഴിവ് അല്ലെങ്കിൽ കഴിവില്ലായ്മ. അതാണ് താല്പര്യം, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒബ്ജക്റ്റ്. ഇവരെ കടം വാങ്ങിച്ചിട്ട്, കർണാടകയിലും കടം വാങ്ങുന്നുണ്ടല്ലോ. കടം വാങ്ങിച്ചിട്ട് ആരുടെ കീശയിലാണ് പോകുന്നത്? DK ശിവകുമാറിന്റെ കീശയിലാണ് പോകുന്നത്. അതല്ല കടം വാങ്ങിച്ചിട്ട് ചെയ്യേണ്ടത്. ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരണം. ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കണം. ജനങ്ങളുടെ വിലക്കയറ്റം പരിഹരിക്കണം. ഇതാണ് കടമെടുത്ത് ഭരിക്കുന്ന ഒരു സർക്കാരിന്റെ ഒരു കടമ.